മലയാളം ഇംപാക്ട് തിരുവനന്തപുരം തിരുമലയിൽ കരമനയാറിന് സമീപം തള്ളിയ മാലിന്യം നീക്കി തുടങ്ങി. പഞ്ചായത്ത് നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് സ്ഥല ഉടമകളുടെ നേതൃത്വത്തിൽ മാലിന്യം നീക്കുന്നത്. മാലിന്യം തള്ളിയ വാർത്ത ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ സ്ഥല ഉടമയ്ക്ക് 50,000 രൂപ പിഴയിടുകയും 2 ദിവസത്തിനുള്ളിൽ മാലിന്യം നീക്കണമെന്ന് വിളവൂർക്കൽ പഞ്ചായത്ത് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. വിവരങ്ങളുമായി ആഷിഖ് റഹ്മാൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ആഷിഖ്, എന്തായാലും ആ വാർത്തയിൽ നടപടി ഉണ്ടാവുകയാണ്, ഇപ്പോൾ മാലിന്യം നീക്കുകയാണ്. പക്ഷേ വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. പ്രത്യേകിച്ച് കരമനയാറ് പോലെ നിരവധി ആളുകൾ വെള്ളത്തിന് ഉപയോഗിക്കുന്ന ഒരു കരമനയാറിലേക്കാണ് ഈ ബുധനാഴ്ച വന്ന മാലിന്യം നിക്ഷേപിച്ചത്. അത് ആശുപത്രി വേസ്റ്റ് അടക്കം പലവിധ മാലിന്യങ്ങളാണ് അവിടേക്ക് കൊണ്ടുവന്ന് നിക്ഷേപിച്ചത്. ഇത് പല തവണകളിലായി അവിടെ നടക്കുന്നതായും അതിന് ഈ മാലിന്യം നിക്ഷേപിച്ച ശേഷം മണ്ണിട്ട് മൂടുന്നതായും നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. തുടർന്ന് നമ്മൾ ബുധനാഴ്ച വാർത്ത ചെയ്തതിന് പിന്നാലെയാണ് ഈ പിറ്റേന്ന് വന്ന് ഈ മണ്ണിട്ട് നികത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് അതും നമ്മൾ വാർത്ത ചെയ്തു. തുടർന്നാണ് പഞ്ചായത്ത് ഒരു കടുത്ത നടപടിയിലേക്ക് പോയത്. ആദ്യഘട്ടത്തിൽ ഈ ഉടമകളെ നേരിട്ട് കണ്ട് ഇത്തരത്തിൽ പിഴ ഈടാക്കുന്ന കാര്യം അറിയിച്ച ശേഷം 2 ദിവസത്തിനുള്ളിൽ മാലിന്യം മൊത്തം നീക്കണമെന്ന് നോട്ടീസ് നൽകുകയും ചെയ്തു. പിന്നാലെയാണ് ഇന്ന് രാവിലെയോടുകൂടി ഉടമകളുടെ നേതൃത്വത്തിലെത്തി JCB ഉപയോഗിച്ച് അവിടെ മാലിന്യം നീക്കം ചെയ്തു തുടങ്ങിയത്. ഏറ്റവും പ്രധാനം അത് ഈ കരമനയാറിലേക്ക് നിരവധി മാലിന്യങ്ങൾ വീണിട്ടുണ്ട്. അതെല്ലാം മുഴുവനായി നീക്കം ചെയ്യും എന്നുള്ളതാണ് പഞ്ചായത്ത് അറിയിച്ചിട്ടുള്ളത്. 3 പഞ്ചായത്തുകളും അതുപോലെ തിരുവനന്തപുരം നഗരത്തിലേക്ക് അടക്കം വെള്ളം ഉപയോഗിക്കുന്ന ആ കരമനയാറാണിത്. 500 മീറ്റർ മാത്രം വ്യത്യാസത്തിൽ അവിടെ ഒരു പമ്പ് ഹൗസ് ഉണ്ട്. അങ്ങനെ വലിയ രീതിയിൽ ആളുകൾ ജലത്തിന് ഉപയോഗിക്കുന്ന ഒരു കരമനയാറിലേക്കായിരുന്നു ഇത്തരത്തിൽ വലിയ രീതിയിൽ മാലിന്യം തള്ളിയത്. അത് വലിയ വിമർശനത്തിനും കാരണമായിരുന്നു. അതിന് പിന്നാലെയാണ് എന്തായാലും ശക്തമായ നടപടിയിലേക്ക് കടന്നത്. നേരത്തെ തന്നെ ഇത് ഈ ഹെൽത്ത് വിഭാഗം അടക്കം നടത്തിയ പരിശോധന നടത്തിയെങ്കിൽ പോലും ഒരു നടപടിയിലേക്ക് കടന്നിരുന്നില്ല. പിന്നീട് തുടർച്ചയായി വാർത്തകൾ ചെയ്തതിന് പിന്നാലെയാണ് എന്തായാലും ഇപ്പോൾ വിളവൂർക്കൽ പഞ്ചായത്ത് നടപടിയെടുത്തിരിക്കുന്നത്. 2 ഉടമകൾക്ക് 50,000 രൂപ പിഴയും നോട്ടീസ് അടക്കണം ആവശ്യമായ നോട്ടീസ് നൽകിയിട്ടുണ്ട്. പിന്നാലെയാണ് ഈ മാലിന്യം നീക്കണമെന്നും ആവശ്യപ്പെട്ട നോട്ടീസ് നൽകിയത്. അതിന് പിന്നാലെ ഇന്ന് മാലിന്യം നീക്കി തുടങ്ങിയിരിക്കുന്നു. മുഴുവൻ മാലിന്യവും അവിടെ നിന്ന് നീക്കണം എന്നുള്ളതാണ് പഞ്ചായത്ത് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അവിടെ ആ നികത്തിയതിന്റെ താഴ്ഭാഗത്തും ഒരുപാട് മാലിന്യമുണ്ടെന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ കൂടുതൽ പരിശോധന നടത്തി മാലിന്യം പൂർണ്ണമായി അവിടെ നിന്ന് നീക്കം ചെയ്യും എന്നുള്ളതാണ് പഞ്ചായത്ത് അറിയിച്ചിട്ടുള്ളത്. മഴക്കാലമാണ് വരുന്നത്. അതിനാൽ തന്നെ ഈ മഴ പെയ്തു കഴിഞ്ഞാൽ മാലിന്യം മുഴുവൻ കരമനയാറിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കഴിഞ്ഞ ദിവസം തന്നെ അവിടുത്തെ പ്രദേശവാസികൾ അവിടുത്തെ വെള്ളം കലങ്ങുന്നതായുള്ള പരാതി നമ്മുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ആ സമയത്തും ഈ പഞ്ചായത്ത് പറഞ്ഞപ്പെട്ട നടപടി കൊണ്ടുള്ളതാണ്. കാരണം ഈ മാലിന്യമാണ് ആശുപത്രി എന്തായാലും ശക്തമായ ഒരു നടപടി പഞ്ചായത്ത് സ്വീകരിച്ചതിന് പിന്നാലെ ഇപ്പോൾ ആ സ്ഥലം ഉടമകൾ തന്നെ അവിടെ നിന്ന് മാലിന്യം നീക്കം ചെയ്യുന്ന നടപടി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കരമനയാറ്റിലേക്ക് അത് മഴക്കാലത്തേക്ക് ഒഴുകിയെത്തുന്ന തരത്തിലായിരുന്നു ആശുപത്രി മാലിന്യം അടക്കമുള്ള കാര്യങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും ശക്തമായ ഒരു നടപടിയാണ് പഞ്ചായത്ത് സ്വീകരിക്കുകയും ചെയ്തത്.